നമസ്കാരം, കെയർ ഫുഡ് ആൻഡ് ട്രാവൽ നിങ്ങളോടൊപ്പം ഞാൻ മൈദ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സ്കോച്ച് എഗ്. ഇത് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ബീഫ് 400 ഗ്രാം, ഉപ്പ് ചേർത്ത് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. എന്നിട്ട് അതിനെ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്നതാണിത്. 3 സവാള, 3 മുട്ട, ഇഞ്ചി 2 സ്പൂൺ, 3 പച്ചമുളക്, 1 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മല്ലിയില, ഉപ്പ്, മൈദ, എണ്ണ, 1 മുട്ട അടിച്ചു വെച്ചിരിക്കുന്നതാണിത്, ബ്രെഡ് പൊടി. നമുക്കിത് തയ്യാറാക്കുന്നതിനായിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. 3 സവാള ചെറുതായി കൊത്തി അരിഞ്ഞതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 സ്പൂൺ ഇഞ്ചി അതുകൂടെ ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് അതുകൂടെ ചേർക്കാം. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പും കുരുമുളകൊക്കെ ചേർക്കാം. 1 സ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. 1 ടീസ്പൂൺ തന്നെ കുരുമുളകും ചേർത്ത്, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. മസാലയെല്ലാം, ഉള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഈ ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് മാവ് കുഴയ്ക്കുന്നവരെ നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇത് ഇതിനി നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ ചപ്പാത്തി മാവൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് അതേ പരുവത്തിലെടുക്കണം. എങ്കിൽ ഇത് നമുക്ക് പരത്തിയെടുത്ത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മിക്സ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്തെടുക്കാം. ചെയ്തെടുക്കുന്നതിനായിട്ട് ലേശം മൈദ മാവ് നമുക്ക് ഈ കട്ടിംഗ് ബോർഡിൻ്റെ പുറത്തൊന്ന് ഇട്ട് കൊടുക്കാം. കട്ടിംഗ് ബോർഡിൽ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ടാണ്. നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇതിലേക്ക് മുട്ട വെച്ച് കൊടുക്കാം. മുട്ട വെച്ച് കവർ ചെയ്തെടുക്കണം. നന്നായിട്ട് കവർ ചെയ്യണം. നന്നായിട്ട് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ ഒത്തിരി എണ്ണ കൂടുതൽ വേണം. കാരണം ഇത് ഒരു 3/4 ഭാഗമെങ്കിലും മുങ്ങുന്ന രീതിയിലുള്ള എണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് പെട്ടെന്ന് മൂപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇത് പാകം മാറിപ്പോവും, കരിയുന്ന പരുവാവും. അതുകൊണ്ട് നന്നായി എണ്ണ മുങ്ങി നിൽക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് മുട്ടയിൽ മുക്കിയതിന് ശേഷം, നന്നായിട്ട് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിൽ ഒന്ന് നന്നായി എടുക്കുക. ശേഷം ഇതിലിപ്പോൾ എണ്ണ ഞാൻ കുറച്ച് ഉപയോഗിച്ചേക്കുന്നുണ്ട്. ഇത് ഓരോന്ന് വെച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അല്ല എണ്ണ കൂടുതലാണെങ്കിൽ നമുക്കിത് 3 എണ്ണം ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഒരുപാട് നേരം ഇത് എണ്ണയിലിട്ടിരിക്കാൻ പാടില്ല. അപ്പുറം ഇപ്പുറം തിരിച്ച് അത് കരിഞ്ഞു പോകാതെ വെക്കണം. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. അത് 2 പുറം മാത്രമല്ല, സൈഡൊക്കെ തിരിച്ച് വെച്ച് ഇതുപോലെ ഒരുപോലെ മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. വളരെ കുറച്ച് സമയം മതി ഇത് മൂക്കുന്നതിനായിട്ട്.
സ്കോച്ച് എഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.